السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه وتوكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യൻ നിരന്തരമായി അള്ളാഹുവിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ. വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും അവൻ്റെ രക്ഷാശിക്ഷകളെ സൂക്ഷിച്ചും ജീവിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയുള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ മനസ്സെപ്പോഴും തെമ്മാടിത്തങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തിലാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് പോലും തിന്മ ചെയ്യാനുള്ള കൊതിയാണുള്ളത്. അവസരം കിട്ടിയാൽ അപ്പം തെറ്റ് ചെയ്യാം എന്ന ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസു, മനുഷ്യൻ്റെ മനസ്സ് ല അമ്മാറത്തുൻ ബിസു, തിന്മക്ക് നിരന്തരമായി കൽപ്പിക്കും. മനുഷ്യൻ്റെ മനസ്സ് തിന്മ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കൽപ്പിക്കുക. അതല്ലാതെ നിസ്കരിക്കാനോ നോമ്പ് വെൽക്കാനോ നന്മ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മനസ്സ് നമ്മളോട് കൽപ്പിക്കൂല. നിരന്തരം അതല്ല, അമ്മാറത്തുൻ ബിസു എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ. അപ്പം റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചവർക്ക് മാത്രമേ തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവരെല്ലാം തിന്മയിൽ പോയി പെടുമെന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഞാനും നിങ്ങളും അറിയാതെ ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല വിവിധ തരത്തിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റെക്കോർഡിംഗ് സമ്പ്രദായം പലതാണ്. ഒന്ന് മലക്കുകളാണ്, ഒന്ന് പ്രവാചകന്മാരാണ്, ഒന്ന് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള അവയവങ്ങളാണ്. നമ്മുടെ അവയവങ്ങൾ തന്നെ നമ്മളുടെ കർമ്മങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വെച്ചാൽ നമുക്ക് രക്ഷാശിക്ഷകൾ നൽകാൻ, എളുപ്പം വിചാരണ നടക്കാൻ,
സത്യത്തിൽ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു, കുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു, എല്ലാ മനുഷ്യരുടെയും കഴുത്തിൽ നാം അവൻ്റെ രേഖ എഴുതിയ, അവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ രേഖ തായിർ, അത് അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കും കഴുത്തിൽ. ഇവിടുന്ന് മയ്യത്ത് പോകുമ്പോൾ, മഹ്ശറയിലേക്ക് പോകുമ്പോൾ അവൻ്റെ കഴുത്തിൽ അവൻ അതുവരെ ചെയ്ത എല്ലാ നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും അത് ബന്ധിപ്പിക്കും. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫി ഉനുഖി, അവൻ്റെ കഴുത്തിൽ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ അവൻ്റെ കഴുത്തിൽ നിന്ന് ആ രേഖ പുറത്തെടുക്കും. എന്നിട്ടോ കിതാബൻ യൽക്കാഹു മൻഷൂറ, അതൊരു ഒരു കിതാബായി, അവൻ്റെ കർമ്മരേഖ മുഴുവൻ ഒരു കിതാബായി അവൻ്റെ മുമ്പിൽ മൻഷൂറാക്കും, നിവർത്തി വെക്കും, നമ്മൾ കാണാനും വായിക്കാനും വേണ്ടി. എന്നിട്ട് അല്ലാഹ് പറയും, ഇഖ്റ കിതാബക, നീ ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ കഴുത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു, അത് ഇപ്പം നിനക്ക് തുറന്ന് വായിക്കാം. ഇഖ്റ കിതാബക, നിന്റെ കിതാബൊന്ന് വായിച്ചാൽ. കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബാ, ഇന്ന് വിചാരണ ചെയ്യാൻ ഞാൻ വേണ്ട, നീ തന്നെ മതി. നിനക്കറിയാം നീ ചെയ്ത പ്രവർത്തനങ്ങൾ മുഖേന നിനക്ക് സ്വർഗത്ത് പോകണോ നരകത്ത് പോകണമുള്ളത്. ഇനി അള്ളാൻ്റെ ഒരു വിധി മാത്രമേ വേണ്ടി വരൂ. അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ നല്ലൊരു ശതമാനം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവതീ യുവാക്കൾ, മുമ്പൊന്നുമില്ലാത്ത അത്ര നാശത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശതമാനം ആളുകൾ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ലിവിങ് ടുഗദർ, അല്ലാഹു പവിത്രമായി കണ്ട ദാമ്പത്യ ജീവിതത്തെ അവഗണിച്ച് ലിവിങ് ടുഗദർ, കുറച്ചു കാലം ജീവിച്ചിട്ട് പറ്റുമെങ്കിൽ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ വലിച്ചെറിയാം. യാതൊരു മടിയുമില്ലാത്ത, എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിലില്ലാന്ന്. മുസ്ലിം സമൂഹത്തിൽ ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പെൺകുട്ടികൾ അതപ്പതിച്ചിരിക്കും എല്ലാ സമൂഹത്തിലും. മുസ്ലിം ഉമ്മത്തിൽ അതൊരിക്കലും ഉണ്ടാവാൻ നമ്മൾ ചിന്തിക്കുക പോലുമില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിലേക്കും ആ രോഗം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും കാരണം വെച്ചാൽ ആരോടും ഉത്തരം പറയാനില്ല, ആരെയും പേടിക്കേണ്ടതില്ല, ആരോടും മറുപടി പറയേണ്ടതില്ല എന്ന ചിന്തയാണ്. അള്ളാഹു പറയുന്നു, ഇതൊക്കെ രേഖപ്പെടുത്തിയതിനെ വെക്കുന്നുണ്ട്. നിന്റെ ലിവിങ് ടുഗദറും നിന്റെ ഓരോ തമ്മാടിത്തവും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യതലക്കൽ മുത്തലക്കിയാൻ, ഏറ്റെടുക്കുന്ന രണ്ട് മലക്കുകളെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? വാനിഷിമാലി അനിൽ യമീനി വാനിഷിമാൽ, വലതുഭാഗത്തും നമ്മുടെ ശരീരത്തിൻ്റെ വലതുഭാഗത്തും നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ടിരിക്കുന്ന രണ്ട് മലക്കുകൾ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാം, മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകൾ അല്ലാഹു ഇരുത്തിയിട്ടുണ്ട്. അവരറിയാതെ ഒരക്ഷരവും ഒരു പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാം റെക്കോർഡിംഗ് ആണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ മനസ്സിലേക്ക് ഒരിക്കലും ചിന്ത വരാത്തൊരു കാര്യമാണ്. നമ്മളെവിടെയും ഒറ്റക്കായ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. നേരെ മറിച്ച് എവിടെയും ക്യാമറ വെച്ചിട്ടുണ്ട് പറഞ്ഞാലോ യുവാക്കളൊക്കെ എന്ത് ചെയ്യും, ഹെൽമെറ്റ് ഇടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് പോകും, അല്ലേ? കാരണം എന്താ? അവിടെ ക്യാമറ ഉണ്ട്. പക്ഷെ അള്ളാന്റെ ക്യാമറ നിരന്തരമായി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ആ ക്യാമറയിൽ കുടുങ്ങാതെ പോകാൻ കഴിയില്ല. അത് മറക്കണ്ട. അള്ളാഹു പറഞ്ഞു, ഇതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു പറഞ്ഞു, ഒമൻ അയറലാൻ ദിക്രി, അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, ഫൈന ലഹു മഈശത്തൻ ലങ്ക, അവർക്ക് അള്ളാഹു ദുനിയാവിൽ മാനസികമായ സംഘർഷം കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൽ നിന്ന് അകന്നാൽ പിന്നെ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് മാനസികമായ സംഘർഷം, ആണായാലും പെണ്ണായാലും. കാരണം ലിവിങ് ടുഗദറിലേക്ക് പോയി, അള്ളാഹുവിൽ നിന്ന് അകന്നു.
ലഹരി ഉപയോഗിച്ചു, അള്ളാഹുവിൽ നകർന്നു. പിന്നെ അവനക്ക് എന്താ ഉണ്ടാകുക? മാനസിക സംഘർഷാവസ്ഥ. പിന്നെ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരലോകത്ത് ഈ മനുഷ്യൻ കണ്ണ് പൊട്ടനായിട്ട് ഒരുമിച്ച് വിടുക. ഇവിടുന്ന് പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ അവനക്ക് കണ്ണുണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ കണ്ണില്ല, കണ്ണ് കാണൂല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. അപ്പൊ ഈ കണ്ണുപൊട്ടനായി ഒരുമിച്ച് കൂടിയ നമ്മൾ ചോദിക്കും റബ്ബിനോട്, റബ്ബി ലിമ ഹശർത്തനി അഅ്മ, പടച്ചോനെ എന്തിനാണ് നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത്? വഖദ് കുന്തു ബസീറ, മരിക്കുന്നത് വരെ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ എൻ്റെ കണ്ണ് പോയി? അപ്പൊ അള്ളാന്റെ മറുപടി, ഖാല കദാലിക്, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് കണ്ണുണ്ടായിരുന്നു. അത്തത്ത്ക്ക് ആയാത്തുന, ആ കണ്ണുകൊണ്ട് നീ എങ്ങനെ ജീവിക്കണമെന്ന് അറിയിക്കാൻ ഞാൻ നിനക്ക് എൻ്റെ ആയത്തുകൾ അയച്ചു തന്നിരുന്നു, വിശുദ്ധ ഖുർആൻ അയച്ചു തന്നിരുന്നു. അത്തത്ത്ക്ക് ആയാത്തുന, പക്ഷേ ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു. അങ്ങനെ ഒരു ഗ്രന്ഥമുള്ള, ആ ഗ്രന്ഥത്തിന്റെ അനുയായിയാണ് നീ എന്ന ചിന്ത പോലും നിനക്കുണ്ടായില്ല. നിനക്ക് പരമാവധി തമ്മാടിത്തത്തിൽ നീ മുഴുകി ജീവിച്ചു. അത്തത്ത്ക്ക് ആയാത്തുന ഫനസീതഹ, നീ ഖുർആനിനെ തള്ളിക്കളഞ്ഞു, മറന്നു. മറക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാട്ടോ. ഇൻസാൻ എന്ന വാക്കിന് മനുഷ്യൻ എന്ന് മാത്രമല്ല അർത്ഥം. ഇൻസാൻ എന്ന് പറഞ്ഞ വാക്കിന് മറക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് അറബിയിൽ. ഇന്ന് പറഞ്ഞു, ഇന്ന് ചെയ്തു ഒക്കെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞില്ല, അറിയും, മറന്നു തന്നെ ഉണ്ടാവും. അയാൾ സത്യത്തിൽ കളവ് അറിയല്ല, അയാൾ മറന്നു വയ്ക്കുന്നു. നസിയ എന്ന വാക്കിൽ നിന്ന് ഇൻസാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മറക്കുന്നവെന്ന് പറയാൻ കാരണം കേട്ടോ. അതുകൊണ്ട് ഫനസീതഹ വകദാലിക്കൽ യൗമ തുൻസ, ദുനിയാവിൽ നീ അള്ളാനെ മറന്നു, അള്ളാന്റെ ഗ്രന്ഥത്തെ മറന്നു, അള്ളാഹു പഠിപ്പിച്ച വിശുദ്ധ ജീവിത രീതിയെ മറന്നു. അതുകൊണ്ട് വകദാലിക്കൽ യൗമ തുൻസ, ഇന്ന് നാം നിന്നെയും മറക്കുകയാണ്. എന്തല്ല പറയാം, വമൻ കാന ഫീ ആദിഹി അഅ്മ, സൂറത്ത് ഇസ്രായേൽ അല്ലാഹ് പറയുന്നു, ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറന്ന് അന്ധനായി ജീവിച്ച ആളുകൾ ഫഹുവ ഫിൽ ആഖിറത്തി അഅ്മ, അവർ പരലോകത്തും അന്ധരായിരിക്കും, കണ്ണു കാണൂല. ഇവിടെ അള്ളാനെ മറന്ന് കണ്ണ് കാണാണ്ട് ജീവിച്ച ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ അവർ അവിടെയും കണ്ണ് കാണാത്തവരാണ്. വല്ലാത്തൊരവസ്ഥ അല്ലേ? നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. നമ്മൾ അറിയുന്നില്ല, നമ്മളെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല, പല വഴികളാണ് അള്ളാഹു സ്വീകരിച്ചത്. ഒന്ന് മലക്കുകളാണ്, അത് നമ്മൾ കണ്ടു. ഇടതും വലതും ആയിട്ട് അവർ നമ്മളുടെ ഓരോ കർമ്മങ്ങളും ഏറ്റെടുക്കുന്നു. അവർ നമ്മളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, നിന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചിന്തിക്കുന്നു രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറഞ്ഞത് അറിയോ, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ അവൻ ചിന്തിക്കുന്ന അവന്റെ രഹസ്യങ്ങൾ നാം അറിയും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അല്ലാഹ് അറിയും, അത് മലക്കുകൾ രേഖപ്പെടുത്തും കേട്ടോ. വഹുസ്സില മാഫി സുദൂർ, ഹൃദയത്തിലുള്ളൊക്കെ നാളെ പുറത്തേക്ക് കൊണ്ടുവരിഞ്ഞു അല്ലേ. അപ്പോൾ അതെന്താ കാരണം? അള്ളാഹു പറയും, നാം നിങ്ങളുടെ കൂടെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ജീവനാടില്ലേ, റൂഹ് തൊണ്ടക്കുയിലേക്ക് എത്തുന്ന ആ ജീവനാടിയേക്കാൾ അടുത്ത് അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് അള്ളാഹ് അറിയും, അത്ര കൃത്യമായിട്ട് അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അറിയുന്ന റബ്ബിന്റെ അടുത്ത് നമ്മൾ എത്തിയാൽ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ഇല്ലാതെ നിഷേധിച്ചാണ്. ശിർക്ക് ചെയ്തവർ, അതായത് ശിർക്ക് ചെയ്ത ആൾക്കാരില്ലേ, മുശ്രിക്കീങ്ങളായ ആളുകൾ, മുസ്ലിങ്ങളെ കൂടെയുള്ളവരായാലും അല്ലാത്തവരായാലും, നിരന്തരമായി ബദരീങ്ങളെ, മമ്പർത്തങ്ങളെ, കുണ്ടോർത്തങ്ങളെ, അജ്മീർ ലഹോജ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതുപോലെ ഉറുക്ക്, നൂല്, പിഞ്ഞാണയത്തൊക്കെ ആയിട്ട് നടക്കുന്ന മുസ്ലിങ്ങളൊക്കെ ഇല്ലേ, അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ്. ആ ശിർക്ക് ചെയ്യുന്നവർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ, സൂറത്ത് അൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹി റബ്ബി, എന്റെ രക്ഷിതാവായ അള്ളാഹുവാണ് സത്യം, മാ കുന്നാ മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കല്ല, ഞങ്ങൾ ശിർക്ക് ചെയ്തില്ല. കളവ് പറയും പരലോകത്തിന്. ഈ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഇതെല്ലാം ഹാജരാക്കുമല്ല. ഏത് മനുഷ്യനങ്ങനെയാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ കോടതിയിൽ സൂക്ഷിക്കണ എന്ത് വേണം?
കോടതിയിൽ നിന്ന് ഇവിടെ ഒരാളെ ശിക്ഷിക്കാൻ എന്ത് വേണം? തെളിവ് വേണം, സാക്ഷികൾ വേണം, അല്ലേ? പിന്നെ തെറ്റ് ചെയ്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തെളിവുകൾ വേണം, അല്ലേ? ഇതൊക്കെ തന്നെ നാളെ പരലോകത്ത് എല്ലാം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അള്ളാഹു എങ്ങനെ അതൊക്കെ ഹാജരാക്കുന്നത്? വഇന്ന അലൈക്കും ലഹാഫിളീൻ, വളരെ കൃത്യമായി മേൽനോട്ടം നടത്തുന്ന മലക്കുകളെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല പറയാം, വഇന്ന അലൈക്കും, നിങ്ങളുടെ മേലുണ്ട്, ലഹാഫിളീൻ, മേൽനോട്ടക്കാർ. എല്ലാ കാര്യവും കൃത്യമായി സസൂക്ഷ്മം നോക്കുന്ന മേൽനോട്ടക്കാരുണ്ട്. കിറാമൻ കാത്തിബീൻ, അവർ മാന്യമായി എഴുതുന്നവരാണ്. ഒരു തെറ്റും അവരിന്ന് വരൂല. നിങ്ങൾ നന്മ ചെയ്താൽ അവർ തിന്മ എഴുതൂല, നിങ്ങൾ തിന്മ ചെയ്താൽ നന്മ എന്നും എഴുതൂല. അത്ര മാന്യമായി എഴുതും. എന്താ കാരണം? യഅലമൂന, അവരറിയും, മാ തഫ്അലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അവരറിയും. അപ്പം അത് കൃത്യമായി ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരലോകത്ത് ഉണ്ടാവുന്നത്. പുണ്യം ചെയ്തവരും തമ്മാടികളുമൊക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അവിടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഖുർആൻ പറയാണ്, ഇന്നൽ അബ്റാറ ലഫീ നഈം, മലക്കുകൾ രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ നന്മകൾ വർദ്ധിച്ചവർ പുണ്യവാളന്മാർ, പുണ്യം ചെയ്തവർ. തിന്മയേക്കാൾ നന്മ ജീവിതത്തിൽ സമ്പാദിച്ച് മരണപ്പെട്ട ആളുകളാണ് പുണ്യവാളന്മാർ. ഇന്നൽ അബ്റാറ ലഫീ നഈം, അവര് അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിലുണ്ടാകുക. വഇന്നൽ ഫുജാർ, എന്നാൽ നന്മകളെക്കാൾ തിന്മ വർദ്ധിപ്പിച്ച ജീവിച്ചു മരിച്ച തമ്മാടികൾ ലഫീ ജഹീം, അവർ കത്തിയാളുന്ന നരകത്തിലാണ്. യസ്ലൗനഹ യൗമദ്ദീൻ, പ്രതിഫല നാളിൽ അവർ കത്തിയെരിയും നരകത്തിൽ. എന്നിട്ടോ ഒമാഹും അൻഹാ ബിഗായിബീൻ, ഒരാൾ പോലും രക്ഷപ്പെടൂല. കാരണം ഇത് അത്ര കൃത്യമാണ്. നമ്മൾ ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടും, നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒഴിഞ്ഞു പോയാലോ, അള്ളാന്റെ ശ്രദ്ധയിൽപ്പെടാണ്ടിരുന്നാലോ, അല്ലെങ്കിൽ മലക്കുകളുടെ ശ്രദ്ധയിൽപ്പെടാണ്ട് ഇരുന്നാലോ നരകത്തിന് രക്ഷപ്പെടാൻ കഴിയൂല എന്നല്ല പറഞ്ഞു. ഒമാഹും അൻഹാ ബിഗായിബീൻ, ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ കഴുത്തിൽ തന്നെ നമ്മുടെ ഭാഗധേയമുണ്ട്. നമ്മുടെ കർമ്മരേഖ അള്ളാഹു കഴുത്തിൽ തൂക്കിയിട്ടുണ്ട്. ആ ഭാഗധേയവുമായിട്ടാണ് പോകുന്നത് എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എത്തും മുമ്പ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നിയമനിർദ്ദേശങ്ങളെ ധിക്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം രേഖപ്പെടുത്തി നാളെ പരലോകത്ത് കൃത്യമായി കൊണ്ടുവരും. അള്ളാഹു സൂറത്ത് കഹ്ഫിൽ ഇന്ന് നിങ്ങൾ ഓതിയില്ലേ, വഉളിയൽ കിതാബ്, പരലോകത്ത് നമ്മളുടെ കർമ്മരേഖ കൊണ്ടുവരപ്പെടും. അപ്പോഴാണ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, മുഷ്ഫിഖീങ്ങൾ, പാപികളായ ആളുകൾ അതിൽ ഈ രേഖയിലുള്ള കാര്യങ്ങൾ കാണുകയാണ്. ഇപ്പം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി, ഒരു 30 കൊല്ലം മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയും മുതൽ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 10-30 കൊല്ലം കഴിയുമ്പോൾ അമ്മ മറന്നു പോകും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നമ്മളമ്മാനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിലക്കുള്ള തമ്മാടുത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാരും അറിയാതെ, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും അറിയുന്നവനാണ് റബ്ബ്. നിങ്ങളിപ്പോൾ പ്ലെയിനിൽ കയറി, അതിലൂടെ 2 എയർ ഹോസ്റ്റസിനെ കണ്ടു. നിങ്ങളെ മനസ്സിലൂടെ എന്താ കടന്നുപോയത് അതെല്ലാം അറിയും. പക്ഷേ അപ്പം അത്ര വളരെ മൈന്യൂട്ടായ മൈക്രോ പോയിന്റ് പോലും തിന്മയായാലും നന്മയായാലും രേഖപ്പെടുത്തപ്പെടും. അതാണ് ആ കിതാബാണ് കൊണ്ടുവന്നത്. ബുലിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ മിമ്മാ ഫീഹി യഖൂലൂൻ, അവർ പറയും, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശമേ, ഇതെന്തൊരു രേഖയാണ്, ഇതെന്തൊരു കിതാബാണ്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, പടച്ചോനെ, ഞാൻ ചെയ്ത ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നന്മയും ഒരു തിന്മയും രേഖപ്പെടുത്താണ്ട് വിട്ട് കളഞ്ഞിട്ടില്ല പടച്ചോനെ, എല്ലാം ഉണ്ടല്ലോ ഇതിൽ. സങ്കടപ്പെടുകയാണ്. വജദൂ മാ അമിലു ഹാലിറ, ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അവിടെ അള്ളാഹു ഹാജരാക്കിയിട്ടുണ്ട്. ചെയ്തൊക്കെ ഹാജരാക്കും. വലാ യുദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ഒരനീതിയും ചെയ്യൂല, ഒരനീതിയും റബ്ബ് ചെയ്യൂല. പക്ഷെ ചെയ്തതൊക്കെ കൊണ്ടുവന്ന് ഹാജരാക്കും. അപ്പം ഈ ഹാജരാക്കപ്പെടുന്ന സമയത്താണ് നമ്മൾ ബുദ്ധിമുട്ടി പോവുക. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നാളെ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എല്ലാ നിലക്കും അള്ളാഹു ബ്ലോക്ക് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്,
ഒന്ന്, നമ്മളുടെ രേഖകൾ ശുദ്ധമാക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബനൂ സലമ ഗോത്രം അവർ താമസിച്ചിരുന്നത് മസ്ജിദ് നബവിൻ്റെ അടുത്താണ്. ബനൂ സലമ ഗോത്രം താമസിച്ചത് മസ്ജിദ് നബവിൻ്റെ അടുത്താണ്, ദൂരത്താണ്, കുറച്ച് ദൂരത്താണ്. അപ്പോൾ ബനൂ സലമ ഗോത്രക്കാർ നബിയോട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം കൊടുത്തിട്ട് മസ്ജിദ് നബവിയുടെ അടുത്തേക്ക് സ്ഥലം വാങ്ങി പള്ളിയുടെ അടുത്തേക്ക് താമസാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ നബിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വേണ്ട, നിങ്ങളിപ്പം നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു, തുക്തബു ആസാറക്കും, നിങ്ങളുടെ പള്ളിയിലേക്കുള്ള നടത്തത്തിൻ്റെ കാൽപ്പാടുകൾ ഭൂമി രേഖപ്പെടുത്തും. അപ്പോൾ അത് റെക്കോർഡിങ്ങാണ്. ഭൂമി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ആസാറുകൾ. അപ്പം നമ്മൾ തെറ്റ് ചെയ്യാൻ വേണ്ടി നടന്നാലും ശരി ചെയ്യാൻ നടന്നാലും അതെല്ലാം ഭൂമി രേഖപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു സഅസാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഇടയനാണ്, നബിൻ്റെ സഹാബിയുമാണ്. അപ്പം അദ്ദേഹത്തെ നബി കണ്ടപ്പോൾ പറഞ്ഞു, ഇന്നി അറാക്ക തുഹിബുൽ വനം വൽ ബാലിയ, നിനക്ക് ആടുകളെയും കാടുകളെയും വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കാടും ആടും നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം കാട്ടിലായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് വേണം, നമസ്കാരത്തിന് സമയമായാൽ ഫഅദ്ദൻതലി സലാത്ത്, നീ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കണം. ആരും വന്നിട്ടല്ല, ബാങ്ക് വിളിക്കണം. ഫർഫൽ ബിൻ നിദായി സൗത്തക്, നിന്റെ ശബ്ദം, ബാങ്കിൻ്റെ ശബ്ദം പരമാവധി ഉച്ചത്തിലാവണം, കുറക്കണ്ട, ആരും വരാനല്ല. എന്നാലോ ഫൈന്നഹു ലയസ്മഉ മദാ സൗത്തിൻ അൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസ് വലാ ഷൈ, മുഅദ്ദിൻ്റെ ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദം എത്തുന്ന ദൂരം എവിടെയുണ്ടോ അവിടെയെല്ലാം ജിന്നുണ്ടാവാം, മലക്കുകളുണ്ടാവാം, മലകളുണ്ടല്ലോ, മരങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കേൾക്കും. ഇതെല്ലാം നാളെ പരലോകത്ത് സാക്ഷിയായി വരും. ആര്? ഈ മനുഷ്യന് അനുകൂലമായിട്ട്. അപ്പം ചെയ്യുന്ന ഓരോ കാര്യവും റെക്കോർഡിംഗ് ആണെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. സഹാബത്തെ നബി പഠിപ്പിക്കുന്ന അതാണ്. നിങ്ങൾ കാട്ടിലാണ്, നിങ്ങൾക്ക് ആടും കാടും ഇഷ്ടമാണ്, പക്ഷേ കാട്ടിലാവുമ്പോൾ സ്വാഭാവികമായും ബാങ്കൊക്കെ പതുക്കെ കൊടുത്താൽ പോരെ ആയിരിക്കും. വേണ്ട, ഉറക്കെ കൊടുത്തോളാം. എന്താ കാരണം? പരമാവധി ആളുകൾ കേൾക്കട്ടെ. ആ പരമാവധി ആളുകളും നിനക്ക് നാളെ പരലോകത്ത് സാക്ഷിയായി വരട്ടെ. എന്താ ചിന്ത അല്ലേ? അൽഹംദുലില്ലാ. അപ്പം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. നമ്മൾക്കിതൊന്നും അറിയുന്നില്ല. ഇത്ര കൃത്യമായി രേഖപ്പെടുത്തുന്നൊരു ഏർപ്പാട് ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. എന്നാൽ അള്ളാഹു പറയാണ്, യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ. സൂറത്ത് ഫുസ്സിലയിൽ അള്ളാഹു പറയുന്നു, യൗമ യുഹ്ശറു അഅദാഉല്ലാഹ്, അള്ളാഹിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. ആരാ ശത്രുക്കൾ? വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്ന് ജീവിച്ച, തമ്മാടിത്തം കൂടിപ്പോയ, റെക്കോർഡിംഗ് നടന്നപ്പോൾ നന്മയേക്കാൾ തിന്മ കൂടിപ്പോയ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ. അള്ളാഹ് ഉപയോഗിച്ച വാക്കാണ് അഴുതാവുള്ള. ഓരെങ്ങോട്ട് നയിക്കുന്നത്? ഇലന്നാർ, നരകത്തിലേക്കാണ്. ഫഹും യൂസൗൻ, അവർ അതിലേക്ക് നയിക്കപ്പെടും. ഹത്താ ഇദാ മാ ജാഊഹ, നമ്മളെ വിഷയം അതാണ്. അവർ നരകത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഷഹിദ അലൈക്കും സംഉഹും വഅബ്സാറുഹും, അവരുടെ കാതും അവരുടെ കണ്ണും അവർക്കെതിൽ സാക്ഷി പറയും. ചെയ്ത തെറ്റൊക്കെ, നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് മറച്ചിട്ടുണ്ടാവാം, നാട്ടുകാരിൽ നിന്ന് മറച്ചിട്ടുണ്ടാവാം, പക്ഷെ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ മറച്ചിട്ടില്ല. നിങ്ങളെ കാതാപ്പം സംസാരിക്കുന്നത്. വഅബ്സാറുഹും, അവരുടെ കണ്ണുകൾ, വജുലൂദുഹും, അവരുടെ തൊലികൾ, സ്വന്തം തൊലികൾ സാക്ഷി പറയാൻ ഞമ്മക്കെതിരില്ലേ. പലപ്പോഴും തൊലി നന്നായാൽ, സ്കിന്ന് നന്നായാൽ തെറ്റ് കൂടും അല്ലേ? ആണായാലും പെണ്ണായാലും. ഒരല്പം വെളുത്ത തൊലിയാണെങ്കിൽ ആണായാലും പെണ്ണായാലും എന്തുണ്ടാവും? പരമാവധി അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് അകന്നു പോയ ആളുകളൊക്കെ തെറ്റിലേക്ക് പോവില്ലേ? നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ലേ? നല്ല തൊലി വെളുപ്പൊക്കെ ഉള്ള പെണ്ണാണെങ്കിൽ പരമാവധി എന്തെല്ലാം
ആ ശരീരത്തിന്റെ ഭാഗം വെച്ചുകൊണ്ട് ഏതെല്ലാം പരസ്യ പലകയിൽ വേണം അതൊക്കെ വരും അല്ലേ. ശരീരം എവിടെയെല്ലാം തുറന്നിടണം അതൊക്കെ തുറന്നിടും. അങ്ങനെ ലോകം മുഴുവൻ മുച്ചൂട് നശിപ്പിച്ചു. പരസ്യക്കാരും സിനിമക്കാരും സീരിയലുകാരും പാട്ട് അരങ്ങിന്റെ ആളുകളും എല്ലാ തമ്മാടിത്തത്തിൻ്റെയും ആളുകൾ അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ അകറ്റി ശരിക്കു പറഞ്ഞാൽ നരകത്തിന്റെ അനുയായികളാക്കി മാറ്റി. ഒരുവിധം ആളുകൾ ഭൂമിയിൽ നിന്ന് മരിച്ചു വരിയുമ്പോൾ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിഞ്ഞു പോകാൻ കഴിയില്ല. അത്ര പ്രയാസത്തിലാണ്. അങ്ങനെ അത്രമാത്രം രേഖപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹത്തായിദാമ ജാവൂഹ, മനുഷ്യൻ അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഷഹിദ അലൈഹിം സമൂഹും, അവരുടെ കാത് അവർക്ക് ഇതിൽ സാക്ഷി പറയും. വബുസാറും വജുലൂദും ബിമാ കാനൂ യഅ്മലൂൻ, അവർ മരിക്കുന്നതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും കണ്ണും കാതും അവരുടെ തൊലികളും നമുക്കിതിൽ പടച്ചോനെ ഇന്നേ ചെയ്തു, അത് ചെവി വിളിച്ചു പറയും. ഇന്നത് കേട്ടു, ഇന്നത് കണ്ടു. ഇപ്പം നമ്മളൊക്കെ പല യുവാക്കളും നശിക്കാൻ സ്വന്തം കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് റൂമിൻ്റെ വാതിലടച്ചിട്ട് കേടുവരികയാണ്. ഞാൻ പറയുന്നില്ല ഭാഷകളൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ എന്താന്ന്. അതൊക്കെ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ ഈ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ നശിച്ചു? നിങ്ങൾ എന്തെല്ലാം തമ്മാടിത്തത്തിലേക്ക് പോയി അത് കണ്ടതിന് ശേഷം? ഇതൊക്കെ നമ്മളുടെ യുവാക്കളോട് ആര് പറയും? ബാപ്പക്ക് പറയാൻ കഴിയോ? ഉമ്മക്ക് പറയാൻ കഴിയോ? മോനെ ഇതൊന്നും കാണല്ല, ഈ തമ്മാടിത്തങ്ങളെല്ലാം നീ അനുഭവിക്കും ഇതിന്റെ ശിക്ഷ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ തൊലികളും നമ്മളുടെ കണ്ണുകളും നമ്മുടെ ചെവികളും ഒക്കെ എന്തെല്ലാം കേട്ടു കണ്ടു എന്ന കാര്യം അള്ളാഹിനോട് തുറന്നടിക്കും. നമുക്കതില്ല. അപ്പോഴേ നമ്മളുടെ സ്കിന്നിനോട്, നമ്മളെ തൊലിയോട് നമ്മൾ ചോദിക്കും, നമ്മളുടെ കണ്ണിനോട് നമ്മൾ ചോദിക്കും, നമ്മളെ കാതിനോട് നമ്മൾ പരലോകം ചോദിക്കും. എന്ത്? വക്കാലൂലി ജുലൂദിഹിം ലിമ ഷഹിത്തും അലൈന, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞത്? ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നതല്ലേ? ഈ കണ്ണും കാതും ഈ തൊലിയുമൊക്കെ എൻ്റെ ശരീരത്തിൽ കൂടെ ഇല്ലായിരുന്നോ? ഇപ്പൊ അവിടെ അന്ന് എതിര് പറയാ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഈ കണ്ണും കാതും തൊലിയും ചോദിച്ച മനുഷ്യനോട് പറയാണ്. കാലു, അവർ പറയും, അൻതകനല്ലാഹുല്ലദീ അൻതക കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും പരലോകത്ത് സംസാരിപ്പിച്ചവൻ ആരോ അവൻ നമ്മളെയും സംസാരിപ്പിച്ചു. അള്ളാഹ് സംസാരിപ്പിച്ച, ഞങ്ങളല്ല. പരലോകത്ത് സാക്ഷികളായി കൊണ്ടുവന്ന ഈ വസ്തുക്കളൊക്കെ സംസാരിപ്പിച്ചത് അള്ളയാണ്. ഞങ്ങൾ ബോധപൂർവ്വം നിങ്ങൾക്ക് ഇതിൽ സംസാരിച്ചതല്ല, അള്ളാഹ് സംസാരിപ്പിച്ചതാണ്. കാരണം എന്താ? വഹുവ ഖലഖക്കും അവ്വല മറ, അവനല്ലേ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചത്. വ ഇലൈഹി തുർജഊൻ, നിങ്ങളുടെ മടക്കം അവനിലേക്കല്ലേ? അത് നിങ്ങൾ മറന്നുപോയി. നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണെന്നും അവനിലേക്ക് നിങ്ങൾ മൂന്നെണ്ണം തുണിയിൽ പൊതിഞ്ഞ് പോകുന്നത് എങ്ങോട്ടാന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ആ പോകുന്ന പോക്കിൽ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ ഭാഗധേയമുണ്ട്, നിങ്ങളുടെ എല്ലാ റെക്കോർഡിങ്ങും ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി. മയ്യത്ത് ഇങ്ങനെ പോകുമ്പോൾ ആരും അറിയില്ല ആ മയ്യത്തിന്റെ കൂടെ റെക്കോർഡിംഗ് ഉണ്ട്. ചിന്ത ഉണ്ടായാലുണ്ടല്ലോ, ഒരു ദിവസം ചിന്തിച്ചാൽ മതി. ഒരൊറ്റ ദിവസം ഈ നിലയ്ക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമുക്ക് നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ ഈ ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വരുന്നില്ല. എന്നിട്ട് പറയാം, ലനൻതും അന്നല്ലാഹു ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ വിചാരിച്ചത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും അറിയില്ലാന്നാണ്. അള്ളാഹ് അറിയില്ല നിങ്ങൾ വിചാരിച്ചത്. ഖുർആനാ പറയുന്നത്, ദാലിക്കും ലന്നുക്കും അല്ലദീ ലനൻതും ബി റബ്ബിക്കും അർദാക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് ഈ മോശമായ ചിന്തയാണ് നിങ്ങളെ നശിപ്പിച്ചത്. അള്ളാഹ് അറിയില്ല, അള്ളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്ത്. പക്ഷെ ഇതൊക്കെ രേഖപ്പെടുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞില്ല. അള്ളാഹ് അറിയുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞില്ല. യഅലമു ഖായിനത്തൽ അയ്യുൻ, കണ്ണിന്റെ കള്ളനോട്ടം പോലും അള്ളാഹ് അറിയും. നമ്മൾ കണ്ണോണ്ടൊരു ആക്ഷൻ കൊടുത്താണ്ടല്ലോ അത് അള്ളാഹ് അറിയും. നല്ല കാര്യത്തിനും ചീത്ത കാര്യങ്ങൾക്കും ആക്ഷൻ കൊടുക്കാലോ, അതുവരെ അള്ളാഹ് അറിയും കേട്ടോ, മറക്കണ്ട. അപ്പൊ പരലോകത്ത് ഇങ്ങനെ വന്നപ്പോഴോ ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നട്ടക്കാലിൽ പെട്ടുപോയി. ഇനി രക്ഷയില്ല. നമുക്ക് പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ രേഖകളും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട്
അള്ളാഹുലേക്കുള്ള മടക്ക യാത്രയെക്കുറിച്ച് ഓർക്കുക. വെറുതെ സൃഷ്ടിച്ചതല്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. എപ്പോഴും അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ചിന്ത വേണം. അള്ളാഹ് എന്നെ ചോദിച്ചില്ലേ, അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങൾക്ക് തോന്നിവാസികളായി ജീവിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചാണോ? തമ്മാടിത്തം ചെയ്ത് ജീവിക്കാൻ വേണ്ടി അല്ലട്ടോ, അല്ല. അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ഒരു നാൾ നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരും, കണക്ക് പറയണം. ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, പ്രവൃത്തിയൊക്കെ ഞാൻ അപ്പം കാണിച്ചു തരും. റെക്കോർഡിങ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള യാത്രക്ക് മുമ്പായി വിശുദ്ധരിൽ വിശുദ്ധരാകാൻ ശ്രദ്ധിക്കുക. പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ കോടതിയിലേക്ക് യാത്ര പോകാൻ സാധിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ മാലാകമാർ നമ്മുടെ സ്വന്തം അവയവങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാ തിന്മകളും അള്ളാഹു മായ്ച്ചു കളയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിക്കും കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുക, നന്മ വർദ്ധിപ്പിക്കുക, തിന്മ പരമാവധി കുറയ്ക്കുക, തിന്മ വന്നുപോയാൽ ഇസ്തിഗ്ഫാർ കൊണ്ട് മായ്ച്ചു കളയുക. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് മായ്ക്കാമെന്നും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ നന്മ കൊണ്ട് എന്ത് ചെയ്യാം? തംഹു, അതിനെ മായ്ച്ചു കളയാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിൽ വന്ന് തിന്മകളെ മായ്ക്കാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് നാളെ പരലോകത്തേക്ക് നമ്മൾ എത്തുമ്പോഴേ അള്ളാഹു പറയാണ്, യൗമൻ യദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമി, നാം വിളിച്ചു വരുത്തും, നാം വിളിച്ചുകൊണ്ടു. യൗമൻ യദ്ഉ കുല്ല ഉനാസിൻ, എല്ലാ ജനവിഭാഗത്തെയും, മുസ്ലിങ്ങളെ മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യനായി പിറന്ന എല്ലാ ആളുകളെയും അള്ളാഹു പരലോകത്ത് വിളിക്കും. ബി ഇമാമിഹിം, അവരുടെ നേതാക്കളോടൊപ്പം. ഇമാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ രേഖയാണ്, കർമ്മരേഖ. കർമ്മരേഖയോടൊപ്പം അള്ളാഹു സൂറത്ത് ഇസ്രാ, യൗമൻ യദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അപ്പോൾ ആരുടെ കർമ്മരേഖ എഴുതി രേഖപ്പെടുത്തിയ മലക്കുകൾ കൊണ്ടുവന്ന രേഖ ആർക്ക് വലത് കൈയിൽ ലഭിക്കപ്പെടുന്നുവോ, വലത് കൈയിലെ നമ്മളെ കയ്യിൽ തരുമ്പോൾ വലത് കൈയിലാണ് നമുക്ക് തരുന്നതെങ്കിൽ ഖുർആൻ പറയാം, ഫഉലൈക യഖറഊന കിതാബഹും, അപ്പോൾ അവരവരുടെ കിതാബ് അപ്പത്തന്നെ വായിച്ചു നോക്കും. വലാ യുലമൂന ഫത്തീല, തരുമ്പും അല്ലാഹു ഒരു നിലക്കുള്ള അനീതിയും ചെയ്യൂല, ഒരു തരുമ്പ് പോലും. വളരെ കൃത്യമായിരിക്കും കേട്ടോ. അപ്പം എന്തായതിനർത്ഥം? എല്ലാവരെയും അള്ളാഹു കൊണ്ടുവരും. വലത് കയ്യിൽ കർമ്മരേഖ ലഭിച്ചാൽ അവൻ്റെ ഭാഗ്യം മഹാഭാഗ്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹാക്കയിൽ പറയുന്നു, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത് കയ്യിൽ കർമ്മരേഖ ലഭിച്ചാൽ ഫയഖൂലു, ആ മനുഷ്യൻ പറയും കാണുന്നവരോടൊക്കെ, ഹാവു മുക്റഹു കിതാബിയ, ഹാവുമു വരൂ, ഇക്റഹു കിതാബിയ, ഇതൊന്ന് വായിച്ചു നോക്കി, എൻ്റെ കർമ്മരേഖ. നിങ്ങളും ഞാനും ജീവിച്ച ഒരേ സ്ഥലത്തല്ലേ, എൻ്റെ ഒന്ന് വായിച്ചു നോക്കി. ഹാവുമു വരൂ, ഇക്റഹു കിതാബിയ, എൻ്റെ കിതാബൊന്ന് വായിക്കി. ഹാവു മുക്റഹു കിതാബിയ. എന്നിട്ട് ആ മനുഷ്യൻ പറയാ, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാനിങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടെന്നും റബ്ബിന്റെ കോടതിയിൽ വിചാരണ ഉണ്ടെന്നും ബോധ്യപ്പെട്ടുകൊണ്ടാണ് മോനെ ഞാൻ ജീവിച്ചത് ഭൂമിയിൽ. അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ട് അല്ലാഹ് പറയാ, ഫഹുവ ഫീ ഈശത്തി റാദിയ, ആ മനുഷ്യൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. അയാൾക്ക് ഇനിയൊരു സംതൃപ്തി വേണ്ടതില്ല, ഒക്കെ കിട്ടിക്കളഞ്ഞു. കാരണം ഇത് വളരെ ചെറിയ കാല ഭൂമിയിലുള്ളത്, അതിൽ തിന്മ ചെയ്യാതെ ജീവിക്കാൻ കഴിയാനുള്ളത് ഭാഗ്യമാണ്. ഇത് വളരെ കുറഞ്ഞ കാലമുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇതിലിപ്പോൾ 60 വയസ്സായ ആളുകൾ ചോദിച്ചു നോക്കി, നിങ്ങൾ എത്ര കൊല്ലമായി ജീവിക്കുന്നു? അയാളെ സംബന്ധിച്ചോളം അയാൾ വളരെ പരിമിതമായ കൊല്ലേ അയാൾ ജീവിച്ചിട്ടുള്ളൂ. എന്താ കാരണം? 60 വയസ്സിൽ ജീവിച്ചാൽ തന്നെ 30 വയസ്സ് കിടന്നുറങ്ങിയതാണ്. 30 വയസ്സ് രാത്രിയല്ലേ, പിന്നെ 60 വയസ്സ് ജീവിച്ച എത്ര ഉണ്ടാകുക? 30 വയസ്സ്. ആ 30 വയസ്സിൽ 15 വയസ്സ് വരെ എന്തുണ്ടാവില്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നുള്ള ബോധം ഉണ്ടാവില്ല. അപ്പം 30 വയസ്സ് കിടന്നുറങ്ങിപ്പോയി, 15 വയസ്സ് അറിയാണ്ടി പോയി. ഇനി എത്രയുള്ളത്? 15. ആ 15 എന്തൊക്കെ വേണം? അപ്പോഴേക്ക് വേണ്ടി 10-15 വയസ്സായി.
അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ചതിന്, അതിൻ്റെ ഇടയിൽ പെണ്ണ് കെട്ടിക്കുന്നു, അതിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ പ്രസവമുണ്ട്, ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ നിൽക്കണം, ഡോക്ടർമാരടുത്ത് പോകണം, കുട്ടീനെ കാണിക്കണം, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഓനക്ക് ജോലി വേണം, കുടുംബം പോറ്റണം, ഇതിനെല്ലാത്തിനും കൂടിയുള്ള അതിൻ്റെ ഇടയിൽ അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കുമാണ്. ആകെയുള്ള സമയം പായിച്ചുമല്ലോ. ആലോചിച്ച് നോക്കിയാൽ വല്ലാത്ത അവസ്ഥ അല്ലേ? ആ ഒരവസ്ഥയിൽ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് കിട്ടുന്ന ടൈം മുഴുവൻ തമ്മാടുത്ത ചെയ്യുക. ചിലർ ആരോഗ്യമുള്ള സമയത്ത് മുഴുവനും ഒരു ചെറിയ സമയം ഒഴിവ് കിട്ടിയാൽ അതിൽ തമ്മാടുത്ത ചെയ്യും. അള്ള പറഞ്ഞ പോലെ അനുസരിക്കൂല. ഭാര്യക്ക് അള്ള പറഞ്ഞ് ഡ്രസ്സ് കൊടുക്കൂല, മക്കൾക്ക് കൊടുക്കൂല, ഭക്ഷണം അള്ള പറഞ്ഞ പോലെ കഴിക്കൂല, എല്ലാം തോന്നിയതുപോലെ അല്ലേ? അങ്ങനെ ചെയ്താലോ അള്ള തന്നെ പറയാം, അവർക്ക് യാതൊരു ചിന്തയുണ്ടാവില്ല. അള്ള പറയാം, ഫഅമ്മാമൻ നൂത്തിയ കിതാബഹു ബിശിമാലി, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, മലക്കുകൾ രേഖപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ, നമ്മളുടെ അവയവങ്ങൾ രേഖപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ, അമ്പിയാക്കന്മാർ രേഖപ്പെടുത്തിയ മലകൾ, ഭൂമി, യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറ, ഭൂമി അതിൻ്റെ വർത്താനം പറയും. ഭൂമി നാളെ റെക്കോർഡാ. അവിടെ ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഭൂമിയില്ലേ, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മളെ കർമ്മം. മറന്നുകൊണ്ട. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്തോടെ, അത്തദ്റൂൻ മാ അഖ്ബാറുഹ, ഭൂമി എന്താ വർത്താനം രേഖപ്പെടുത്തുക നിങ്ങൾക്കറിയോ? ഭൂമി എന്താ രേഖപ്പെടുത്തുക അറിയോ സഹാബത്തിനോട്? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അള്ളാഹു റസൂലും ആയാലും, അള്ളാഹു റസൂലിനെ അറിയുള്ളൂ, നമുക്കറിയില്ല പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ലഹറുല്ല അറിയില്ല, ഭൂമിന്റെ ഉപരിതലത്തിൽ വെച്ച് ആണാവട്ടെ പെണ്ണാവട്ടെ എന്ത് ചെയ്താലും ഭൂമി രേഖപ്പെടുത്തും. അത് അവിടുന്ന് വിളിച്ചു പറയും, ഇന്ന സ്ഥലത്ത് നിന്നെ ചെയ്തു. ആലോചിച്ച് നോക്കിയാൽ എന്താ അള്ളാന്റെ സംവിധാനം. നിങ്ങൾ വെറുതെ AI ക്യാമറ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? ഇത് AI ക്യാമറ ഒന്നല്ല കേട്ടോ. അപ്പൊ ഈ രേഖയെല്ലാം നമുക്ക് തരും. ഏത് സാധാരണ അങ്ങനല്ലേ? ഏത് കോടതിയിൽ പോയാലും എന്തുണ്ടാവും, നമ്മളുടെ ഒഫൻസ് എന്താ നമുക്ക് തരുമല്ലോ. ആ ഒഫൻസ് തരിക. വലത് കയ്യിൽ ഒഫൻസ് നമ്മളുടെ കർമ്മരേഖ കിട്ടിയാൽ ഫഹുഫി ഈശത്തി റാളിയ. ഇനി അമ്മാമൻ നൂത്തിയ കിതാബഹു ബി ഷിമാലി, ഇടത് കൈയിലേക്കാ തന്നത്, വലത് കൈ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. തിന്മ വർദ്ധിച്ചൊരു വ്യക്തിയുടെ കർമ്മരേഖ ഒരിക്കലും വലത് കൈ കൊണ്ട് വാങ്ങാൻ കഴിയില്ല, ഇടത് കൈയിലാണ് കിട്ടുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫയഖൂലു, അവൻ പറയും, യാ ലൈതനീ ലമ്മൂത കിതാബിയ, പടച്ചോനെ ഇങ്ങനൊരു രേഖ എനിക്ക് വേണ്ടിയില്ലായിരുന്നു, എനിക്കിത് വായിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരണം വരെ ചെയ്ത എല്ലാ തെറ്റുകളും സചിത്രം ലേഖനം പോലെ ചിത്രത്തോടെ വീഡിയോ കവറേജ്, ഇത് കണ്ടാൽ തല മിന്നു വീണൂലേ. യാ വൈലത്താ ലൈതനീലം അത്തഖിദ് ഫുലാൻ ഖലീല, എന്തെല്ലാം കരച്ചിലായിട്ടുണ്ടാകാറ്. ഇതൊക്കെ കാരണം ഞാനല്ല, എൻ്റെ കൂടെ നടന്ന എൻ്റെ കൂട്ടുകാരനാണ്, ഓനാണ് ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞ് കരയും. അപ്പൊ അല്ലാഹ് പറയാം, യാ ലൈത, എന്നിട്ടോ വലം മദ്രി മാ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണ പടച്ചോനെ ചിന്തിച്ചില്ല. ഭൂമിയിൽ ജീവിക്കുമ്പോളേ ഓൻ തന്നെ പറയാം ഓനെ പറ്റി, ചിന്തിച്ചില്ല പടച്ചോനെ. വലം മദ്രി മാ, ഇങ്ങനെ ഉണ്ടായി ചിന്തിച്ചില്ല. എന്ത് വലം മദ്രി മാ ഹിസാബിയ, അത് എന്തൊരു വിചാരണയാണ്. യാ ലൈതഹ കാനത്തിൽ ഖാലിയ, പടച്ചോനെ മരണത്തോടു കൂടി അവസാനിപ്പിക്കാമായിരുന്നില്ലേ. മരിക്കുന്ന സമയത്ത് തന്നെ കിട്ടാവുന്നതിലുപരി ശിക്ഷ അനുഭവിച്ചല്ലേ ഞാൻ മരിച്ചത്. അന്നനാളത്തിലേക്ക് നീ റൂഹ് കൊണ്ടുവന്നു, പിന്നെയും നീ എനിക്ക് ജീവൻ നൽകി, പിന്നെയും നീ തിരിച്ചെടുത്തു, പിന്നെയും അങ്ങനെ എത്ര പ്രാവശ്യം എത്ര വേദന അനുഭവിച്ചു, എത്ര മരണവേദന പടച്ചോനെ ഞാൻ അനുഭവിച്ചു. അതോടുകൂടി അവസാനിപ്പിക്കാമായിരുന്നില്ലേ. ഇങ്ങനൊരു ശിക്ഷ വേണോ? നിലവിളിക്കുക. യാ ലൈതഹ കാനത്തിൽ ഖാലിയ, അതോടുകൂടി ഖാലിയാക്കാമായിരുന്നില്ലേ, വിധി തീർപ്പ് തീർപ്പിച്ചുകൂടെയിരുന്നോ? യാ ലൈതഹ കാനത്തിൽ ഖാലിയ. എന്നിട്ട് പറയാ, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും പൈസ ഉണ്ടാക്കാനും മക്കളെ പോറ്റാനും കുടുംബം പോറ്റാനുമായി നടന്ന് നിന്റെ കാര്യം ചിന്തിച്ചില്ല. അതുകൊണ്ട് എന്തുണ്ടായി? മാഗ്നാനി മാലിയ, ഒന്നും ചിന്തിക്കാതെ കോടാനുകോടി സമ്പാദിച്ചു. മാഗ്നാനി മാലിയ, ഇപ്പോൾ എനിക്കൊരു ഉപകാരവുമില്ല ഈ പണം. കോടിക്കണക്കിന് ഉറുപ്പ്യ കയ്യിലുണ്ട്, എന്ത് ഗുണം പരലോകത്ത്? മാഗ്നാനി മാലിയ ഹലക്കാനി സുൽത്താനിയ, സമ്പത്തുണ്ടായപ്പോൾ പല പാർട്ടിക്കാരും നേതൃത്വം ഏൽപ്പിച്ചു അല്ലേ? മുക്കാലുള്ളവരെ ഏൽപ്പിക്കൂലേ? MLA ആക്കിക്കോളെ, മന്ത്രിയാക്ക,
ഒക്കെ ആക്കാൻ വരും ആളുകൾ അല്ലേ? പൈസ ഉള്ളവനെ ഓം പരലോകത്തും പറയാ ഹലക്കാനി സുൽത്താനിയ, പൈസ ഉണ്ടായതുകൊണ്ട് ഒരുപാട് അധികാരം ഉണ്ടായിരുന്നു പഠിച്ചോനെ, എപ്പം അതൊക്കെ നശിച്ചു. കരിയ പരലോകത്ത് ഹലക്കാനി സുൽത്താനിയ നിന്ന് വയല് പറയുമ്പോ അല്ല പറയാ ഹുദൂഹു, പിടിയടവനെ. വയല് ഇനി കൂടുതൽ പറയണ്ട, ഓഞ്ഞ് വർത്താൻ പറയണ്ട, പിടിയോനെ. ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു, കഴുത്തിൽ ആമം വെക്കൂ, നരകത്തിലേക്ക് വലിച്ചേക്കൂ. കൂടുതൽ വർത്താൻ പറയാൻ പാടുണ്ടാകും. ഇതൊക്കെ നിന്നിങ്ങനെ വയല് പറയുമ്പോഴേ, അതുകൊണ്ട് വളരെ പ്രയാസകരമായ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് റെക്കോർഡിംഗ് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി വിശുദ്ധരിൽ വിശുദ്ധരാവാൻ ശ്രദ്ധിക്കുക. ഒരു നിലക്കും ചെയ്യുന്ന അമലുകളിൽ കാപ്പറ്റി ഉണ്ടാവരുത്, ആളെ കാണിക്കാനാവരുത്. നിസ്കാരാവട്ടെ, ഹജ്ജാവട്ടെ, ഉംറാവട്ടെ, സക്കാത്താവട്ടെ, ഖുർആൻ പഠനാവട്ടെ, ഒന്നും എല്ലാ സാലിയായ അമലും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. എങ്കിൽ റെക്കോർഡിംഗ് കറക്റ്റാവും. അള്ളാഹു കൃത്യമായ റെക്കോർഡിംഗ് നടക്കുന്ന, അങ്ങനെ അതുവഴി സ്വർഗപ്പൂങ്കാവനത്തിൽ പ്രവേശനം ലഭ്യമാകുന്ന, വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജീവിത നിത്യവൃത്തികളിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.